الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. من عادى لي وليا فقد آذنته بالحرب. طه رسول الله صلى الله عليه وسلم. ഹൂയന്റെ ഉൾപ്പൊരുള ഇഷ്കന്നമോദയതിൽ ഊർമിത്തളിന്റെ കതിരം ഹൂയന്റെ പൊഴുതും ഉപദേശമന്ദിരമേ നഫ്സേ കുടിക്ക് മദിരം ഹാഹായുടെ കമലം ഹയ്യെന്ന വജ്രമിൽ കീറിത്തെളിന്റെ മലരാം ഹവായിൽ കളിക്കും അനനഫിസി മുഹീദ്ദീൻ പാദം കൊണ്ടാടുകനേ ജയിക്കും കന്നാസനുടെ സിജിനിന്നും ഹക്കായ ഈ അമൃതം നീ ഉണ്ണടി ജലാലെന്ന തോപ്പകമിൽ സിറന്ന വാതിലൂടെ താക്കോലും ഇവരല്ലേടി സുഹിദുന്ന വേട്ടയിലെ അസ്ത്രം തിരിത്തു തരും മുഹയും നുഫൂസല്ലേടി സമാനാഹിർ തന്നിവരും മുന്നേ മുഹിയദ്ദീൻ കഥം കൊള്ള മുഖം വെക്കടി എന്റെ ഉൾപ്പൊരുള ഇഷ്കന്ന മോദയതിൽ ഓർന്നിത്തളിന്റെ മലരാം എന്റെ പൊഴുതും ഉപദേശമന്ദിരമേ നഫ്സേ കുടിക്ക് മദിരം. ബഹുമാനമുള്ള മജ്ലിസുൽ ഫത്ഹ് എന്ന യൂട്യൂബ് ചാനലിലെ ബന്ധപ്പെട്ട ഉസ്താദുമാര്, പ്രവർത്തകന്മാർ, അണിയറ ശില്പികൾ, മജ്ലിസുൽ ഫത്ഹ് എന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകരായ സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അതിമഹത്തായ കൃപാകടാക്ഷം കൊണ്ട് പരിശുദ്ധമായ ഈ പുണ്യമാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പ്രിയം വെക്കുകയും അവനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്ത ഈ ഭൂമിയിൽ ത്യാഗോജ്ജലമായ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന മഹാരഥരായ
ബഹുമാനപ്പെട്ട സയ്യിദി മുറബ്ബി വഖുദുവത്തി ശൈഖ് യൂസുഫ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ 21ാം അറൂസിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ സഖാഫി ഉസ്താദ് നടത്തിവരുന്ന മജ്ലിസുൽ ഫത്ഹ് എന്ന യൂട്യൂബ് ചാനലിൽ മഹാനായ സയ്യിദുനാ യൂസുഫുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെക്കുറിച്ച്, അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് അല്പം എന്തെങ്കിലും ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഈ സാധുവായ എന്നിൽ അർപ്പിതമാക്കപ്പെട്ടിട്ടുള്ളത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മഹാനവറുകളെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞ് പെട്ടെന്ന് വിടണമെന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്താണ് പറയുക എന്ന് ചിന്തിക്കേണ്ട ഒരു പ്രശ്നം എന്നിൽ ഉടലെടുത്തില്ല. സാധാരണ അങ്ങനെയാണല്ലോ. ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആയൊക്കെ എന്ന് പറയാനാണ് എനിക്ക് സാധിച്ചത്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മഹാനായ നമ്മുടെ ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസുമായുള്ള അവിടുത്തോടുള്ള പ്രിയം, അങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം. അടുപ്പം എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് നമ്മൾ അടുക്കണമെങ്കിൽ ഇനിയും ഒരുപാട് താണ്ടേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് അവിടുത്തോടുള്ള പ്രിയം, ഇഷ്ക്, അതുമാത്രമല്ല അവരുമായി ബന്ധപ്പെട്ടതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുള്ളതായ ഗുണങ്ങൾ, സഹായങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതായതുകൊണ്ട് അതിൽ ഏത് വേണമെങ്കിലും പറഞ്ഞ് അരമണിക്കൂർ തികക്കാം എന്നാണ് ഈ സാധുവായി എനിക്ക് പെട്ടെന്ന് തോന്നിയത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അതിനു വേണ്ടി ഒരു സംഭാഷണത്തിന് തയ്യാറായപ്പോഴാണ് സത്യത്തിൽ വിഷമിച്ചു പോയത്. കാരണം എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയുന്നില്ല. അത്രമാത്രം കറാമത്തിനുടമയാണ് ബഹുമാനപ്പെട്ടവർ. നമുക്കറിയാം, കേരളക്കര കണ്ട ഏറ്റവും വലിയ മഹാരഥരായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് സയ്യിദ് സഈദ് സിറാജുദ്ദീൻ ഉഹൈമദ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങ് ദൂരെ, ഒരുപാട് ദൂരെ, ആലപ്പുഴക്കടുത്ത് പാണാവള്ളി എന്ന് പറയുന്ന ഒരു സാധാരണ കുഗ്രാമം, ഒരു ഗ്രാമപ്രദേശം, അവിടെ ജീവിച്ച് സാധാരണ ഒരു ചായക്കച്ചവടക്കാരനായി ജീവിതം നയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വന്യഗുരു, നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ്, നമ്മുടെ ഷെയ്ഖ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിളിക്കുത്തരമായി ബഹുമാനപ്പെട്ട അശ്ശൈഖ്, അതെ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം വന്യരായ ഷെയ്ഖ് അൽ വലിയുൽ ആരിഫ് ബില്ലാഹ് അബ്ദുർ റസാഖ് മുസ്ലിയാർ, അബ്ദുർ റസാഖ് മസ്താൻ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ അപ്രതീക്ഷിതമായ ഒരു ദിവസം തൻ്റെ കടയിൽ വരികയും, അല്ലെങ്കിൽ മുമ്പ് വരാറുള്ളത് പോലെ വരികയും, പെട്ടെന്ന് യാ മുസ്ലിയാർ എന്നൊരു വിളി വിളിക്കുകയും ചെയ്തു. അതിൻ്റെ മുൻപത്തെ വിഷയത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ചായക്കച്ചവടക്കാരനായ ഒരു വ്യക്തിയോട് മുസ്ലിയാർ എന്ന ഒരു ഉന്നത സ്ഥാനം നൽകി വിളിച്ചപ്പോൾ മഹാനവറുകൾക്ക് ഒരു ഉൾവിളി ഉണ്ടായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്.
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചിന്തയായി യാ മുസ്ലിയാർ യാ മുസ്ലിയാർ. അങ്ങനെയാണല്ലോ ഇത്തഖി ഫിറാശത്തുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ നോട്ടം, മുഅ്മിനിന്റെ വാക്ക് ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതും വളരെയേറെ പ്രാധാന്യമുള്ളതുമാണല്ലോ. ഒറ്റ നോട്ടം കൊണ്ട് ഏറ്റവും വലിയ തമ്മാടിയെ ആ ഒരൊറ്റ നിമിഷത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഖുതുബായി വായിക്കാൻ കഴിവുള്ളവരാണല്ലോ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. വിഷയത്തിലേക്ക് കടക്കുകയല്ല. ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് മസ്താൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ യാ മുസ്ലിയാർ എന്നൊരൊറ്റ വിളി, ഫതഅജ്ജബ മിൻ നിദാഇഹി എന്ന അവിടുത്തെ മൗലിദിന്റെ ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത്ഭുതപ്പെട്ടു പോയി ആ വിളിയിൽ നിന്ന്. പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് മുസ്ലിയാറാവണം, എനിക്ക് വലിയാവണം എന്നല്ല, എനിക്ക് മുസ്ലിയാറാവണം. മുസ്ലിയാർ തന്നെ വലിയാവുക, അല്ലാത്തവർക്കും ആവാം, പക്ഷേ ആവുന്നതോടു കൂടി ഒരു മുസ്ലിയാറാവും. ഇരിക്കട്ടെ, അതൊക്കെ വിഷയങ്ങൾ വേറെ. ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് മസ്താൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ആ ഒരൊറ്റ വിളി അങ്ങ് കേട്ടതോടുകൂടി പിന്നെ മനസ്സിൻ്റെ ഉള്ളറയിലേക്ക് ആഴ്ന്നിറങ്ങിയ ചിന്ത, എനിക്ക് മുസ്ലിയാറാവണം. പിന്നെ അതിനുള്ള പരിശ്രമമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറയട്ടെ. മഹാനവറുകൾ അതോടുകൂടി മാറ്റം സംഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മാറിപ്പോയി. പിന്നീട് മുസ്ലിയാരാകാനുള്ള ശ്രമത്തിലായി. ആദ്യം പൊന്നാനി പോയി, പിന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന മഹാന്മാരായ പല മഹത്തുക്കളുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറയണം, നമ്മുടെ സമയം പരിമിതമാണ്. എന്തിനേറെ കേരളം കണ്ട ഏറ്റവും വലിയ മഹാരഥന്മാരിൽ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട ഇ.കെ. ഉമർ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ അവർ കുന്നംകുളത്ത് പഴന്നാന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പെടുകയും ഒറ്റ നോട്ടത്തിൽ അകം അറിയാൻ കഴിവുള്ള മഹാനവറുകൾ, ഉള്ളറിയാൻ കഴിവുള്ള മഹാനവറുകൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് തൻ്റെ കൂടെ കൂട്ടുകയും ചെയ്തു. അവിടുന്ന് തുടങ്ങി മഹാനായ യൂസുഫ് എന്ന ആ മനുഷ്യൻ, ആ സാധാരണക്കാരനായ ചായക്കച്ചവടക്കാരൻ യൂസുഫുൽ ഖാദിരി അൽ ജലാലി എന്ന മഹത്തായ പദവിയിലേക്ക് ഉയരാൻ തുടങ്ങുകയാണ്. പിന്നീട് അവിടെ നിന്നങ്ങോട്ട് നടന്ന പല പല സംഭവങ്ങൾ. അല്ലാഹു തആല അവന്റെ പ്രകാശം അവരിലേക്ക് അങ്ങ് ചൊരിഞ്ഞപ്പോൾ ഉന്നതമായ പദവികൾ അല്ലാഹു നൽകാൻ തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിത്തിരിച്ച മഹാനവറുകൾക്ക് അല്ലാഹു തആല അതിനുള്ള വഴികൾ ഓരോന്നോരോന്ന് വെട്ടിത്തുറന്ന് കൊടുക്കാൻ തുടങ്ങി. കുറച്ചുകാലം മഹാനായ ശൈഖുന കമാലുദ്ദീൻ ഉമർ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിന്റെ കൂടെ കൂടുകയും അവിടുത്തെ സമ്മതപ്രകാരം, അവിടുത്തെ നിർദ്ദേശപ്രകാരം മഹാനവറുകൾ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് സഈദ് സിറാജുദ്ദീൻ മുഹമ്മദ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളിലേക്ക് എത്തിപ്പെടുകയും വളരെ കാലം അവിടെ നിന്ന് അവിടുത്തെ ശിഷ്യഗണത്തിൽപ്പെട്ട് അവിടുത്തെ മുരീദന്മാരിൽപ്പെട്ട് ഒരുപാട് ജ്ഞാനങ്ങൾ കരസ്ഥമാക്കുകയും അതുപോലെ തന്നെ തരീഖത്തിൻ്റെ ഇജാസത്തുകളും തുടങ്ങി നിരവധി ഉന്നതമായ പദവികളിലേക്ക് എത്താനുള്ള മാർഗങ്ങളും അവിടുന്ന് കരഗതമാക്കി. ബഹുമാനപ്പെട്ടവർ ഒരുപാട് ഗ്രന്ഥങ്ങൾ, കിതാബുകൾ ഓതി. മഹാനായ സിറാജുദ്ദീൻ ഔലിയയുടെ കൂടെ കുറേ കാലം കഴിഞ്ഞു. വീണ്ടും പല മഹാന്മാരിലൂടെ, എണ്ണപ്പെട്ട മഹാന്മാർ, നിങ്ങളതൊക്കെ വിശദമായി അവിടുത്തെ മൗലിദ് മനാഖിബ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനവറുകളുടെ ഒരു മൗലിദ് തന്നെയുണ്ട്, ആവശ്യമുള്ള ആളുകൾക്ക് അത് ലഭ്യമാണ്.
യൂട്യൂബിലും കിട്ടും. അവിടുന്ന് ബന്ധപ്പെട്ട മഹാന്മാരെ കുറിച്ചൊക്കെ അതിൽ വിശദമായി പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമർ ഖാദിരി റളിയല്ലാഹു തആല അൻഹു തങ്ങളിലേക്ക് എത്തുകയും മഹാനവറുകൾ പിന്നീടുള്ള കാലമത്രയും അവിടുത്തെ നിർദ്ദേശത്തിലും ഉപദേശത്തിലും തിരുനോട്ടത്തിലുമായി ജീവിച്ചു പോന്നു. അപ്പോഴേക്കും ധാരാളം ത്വരീഖത്തിന്റെ മഹാന്മാരുമായി ആലിമീങ്ങളുമായി സാദാത്തുക്കളുമായി ഔലിയാക്കളുമായി ബന്ധപ്പെടുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പവിത്രമായ കലിമത്ത് തൗഹീദിന്റെ മഹത്വം മനസ്സിലാക്കുകയും അതിൽ കുറേശ്ശെ ലയിക്കുകയും ചെയ്തു. അതിൽ ലയിക്കാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ ലയിക്കണം മനുഷ്യൻ. ബഹുമാനപ്പെട്ട ഇച്ഛമസ്താൻ പറഞ്ഞില്ലേ, ഈ ദുനിയാവ് കണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിടണ്ട. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണീനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ താമരത്തോട്ടത്തിന് തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടി നീ. കാണേണ്ടവരെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. മുല്ലമലർമാനം വീശുന്ന ശീത്തും ആശക്ക് നാശം നീ ചെയ്തിടല്ല. മാണിക്യത്താലിയും മാലയും കണ്ടിട്ട് മാറാനി മങ്കയെ കൊന്നിടല്ല. പുന്നാരക്കുട്ടിൻ്റെ പുതുമത്താരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുറപ്പെട്ട് പോകുമ്പം നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. മണികെട്ടിച്ചാടുന്ന മധുര കണ്ണാടിക്ക് മതം പൊട്ടിക്കാട്ടുന്ന മഹിമക്കാരാ. മണിമുത്തി കോക്കുന്ന കുതിര പൊണ്ടാട്ടിക്ക് കുറവേറ്റല്ല ഗുരു മുഹിയദ്ദീനേ. അതെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് കൂടി അങ്ങനെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതിപ്പോൾ ഇങ്ങനെ താലോലം പാടുന്ന തങ്കച്ചിപ്പണൊക്കെ അവരുടെ ഭാഷകളാണ്. അതൊക്കെ ദുനിയാവിനെ സംബന്ധിച്ചാണ് പറയണം. അവരുടെ ഭാഷകൾ നമുക്ക് തിരിയില്ല. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു കറാമത്ത് ഒരിക്കൽ കേൾക്കാനിടയായി. അവരങ്ങനെയാണ്. അവരുടെ പ്രവൃത്തി, അവരുടെ ഭാഷ, അവരുടെ ഒരു ചിന്ത നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരിക്കും. മഹാനവറുകൾ അങ്ങനെയാണ്. പലപ്പോഴും അവരുടെ ഭാഷയോ അവരുടെ ചിന്താഗതിയോ അവരുടെ പ്രവർത്തനങ്ങളോ ഒന്നും നമുക്ക് ദഹിക്കാവുന്നതോ മനസ്സിലാക്കാവുന്നതോ ആയിരിക്കണമെന്നില്ല. ബഹുമാനപ്പെട്ട നമ്മളെ മഹാനായ ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ സംബന്ധിച്ച് ഞാൻ ഒരു ചരിത്രം കേൾക്കാനിടയായിട്ടുണ്ട്. അവിടുത്തെ ഒരു ദിവസം വലിയ ഒരു പൂരം നടക്കുന്ന സ്ഥലം, ആ പൂരം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചെണ്ടകൊട്ട് നടക്കുക. ചെണ്ടകൊട്ടിലോ ആ ചെണ്ടകൊട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ആ ചെണ്ടകൊട്ടിലങ്ങ് ലയിച്ചു. നമ്മുടെ കാഴ്ചപ്പാടിൽ ചെണ്ടകൊട്ടിലാണ് ലയിച്ചത്. പക്ഷെ ലയിച്ച സംഭവം വേറെയായിരുന്നു. ഈ മദ്ദളത്തിൽ ഈ ചെണ്ടയുടെ കൊട്ടിനനുസരിച്ച് താളത്തിനനുസരിച്ച് മഹാനവറുകൾ തുള്ളാൻ തുടങ്ങി. തുള്ളുമ്പോൾ മഹാനവറുകൾ പറയുന്നുണ്ട്, ഷറഫ വ കറമ വ മജ്ജദ, ഷറഫ വ കറമ വ മജ്ജദ, ഷറഫ കറമ മജ്ജദ, ഷറഫ കറമ മജ്ജദ, ഇങ്ങനെ പറയുന്നുണ്ട്.
ഇത് കണ്ടുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട യൂസുഫുൽ ഖാദിരിയുടെ കൂടെയുള്ള ആള് എന്താണ് ഈ കാണിക്കുന്നതെന്നും പറഞ്ഞ് അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്ന് മഹാനവരോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, മോനെ, നിനക്ക് കേട്ടത് ഡുണ്ടൊരു കൊട്ടാണെങ്കിൽ എനിക്ക് കേട്ടത് അങ്ങനെയല്ല. ഞാൻ ആ താളത്തിൽ നിന്നൊക്കെ കേട്ടത് അള്ളാഹുവിൻ്റെ ദിക്റാണ്. ഷറഫ വ കറമ വ മജ്ജദ വ അദ്ലമ, ഈ ദിക്റാണ് ഞാൻ കേട്ടത്. ഈ ദിക്ർ കേട്ടപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ കൂടാതിരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് സംഭവിച്ചത്. നീ ഒന്നും വിചാരിക്കേണ്ട മോനെ എന്ന് പറഞ്ഞു. കണ്ടോ, ഇതാണ് അവരുടെ ഭാഷകൾ, അവരുടെ ലോകം. ആ ലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവരുടെ ലോകം അല്ലാഹുവിൽ ലയിച്ച ലോകമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അല്ലാഹുവാണ്. അവരെന്ത് കാണുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും അതെല്ലാം അല്ലാഹു 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 എന്ന ചിന്തയിലും എന്ന ഓർമ്മയിലും എന്ന കാഴ്ചയിലുമാണ് അവരതിനെ ശ്രദ്ധിക്കുന്നത്, കാണുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. إن الذين قالوا ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരാന്നറിയോ? അവരെന്താ? അവരുടെ അവസ്ഥ എന്താണ്? ഖാലൂ റബ്ബുനല്ലാഹ്, അവരെങ്ങനെ പറയും? അല്ലാഹു അല്ലാഹു അല്ലാഹു, എൻ്റെ രക്ഷിതാവിൻ്റെ റബ്ബാണ് അല്ലാഹു അല്ലാഹു അല്ലാഹു. അല്ലാഹുവാണ് എൻ്റെ രക്ഷിതാവ്, അല്ലാഹുവാണ് എൻ്റെ സർവ്വതും, അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് ആഹാരം നൽകുന്നത്, എന്നെ പോറ്റി വളർത്തുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ അല്ലാഹു 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 റബ്ബുനല്ലാ, എൻ്റെ രക്ഷകൻ അല്ലാഹുവാണ്, അല്ലാഹു അല്ലാഹു എന്ന ചിന്തയിൽ, എന്ന പ്രവൃത്തിയിൽ, എന്ന വാക്കിലായി അങ്ങനെ പറയുന്നവരായ ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നിട്ടോ അങ്ങനെ പറയുന്നവരെന്ന് മാത്രമല്ല, പറയാൻ എല്ലാവരും പറയുന്നുണ്ട്. ഞാനും പറയുന്നുണ്ട്, നിങ്ങളും പറയുന്നുണ്ട്. അല്ലാഹുവാണ് എൻ്റെ രക്ഷിതാവെന്ന് പലപ്പോഴും നമ്മളൊക്കെ സമ്മതിക്കുന്നു, പറയുന്നു. പക്ഷേ അള്ള പറഞ്ഞ ആ കൂട്ടക്കാർക്കുള്ള പ്രത്യേകത എന്താണെന്നറിയുമോ? അതല്ല തന്നെ പറയട്ടെ. സുമ്മസ്തഖാമൂ, അങ്ങനെ പറയുന്നതോടൊപ്പം അവർ അതനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതിലവർക്ക് ഇസ്തിഖാമത്തുണ്ട്. അതെ, അല്ലാഹുവാണ് എൻ്റെ രക്ഷിതാവ് എന്ന് നാക്കുകൊണ്ട് പറയുന്നതോടൊപ്പം അതിൽ അവർക്ക് ഇസ്തിഖാമത്തുണ്ട്. അവരുടെ ജീവിതം പിന്നെ അതനുസരിച്ചാണ്. എവിടെയും അല്ലാഹുവാണ്, എന്തും അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടിൽ അല്ലാഹു അല്ലാത്ത മറ്റൊന്നില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട അമ്പംകുന്ന് ബീരാൻ ഔലിയ ഖദ്ദസല്ലാഹു സലഹുൽ അസീസ് മഹാനവറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വഴികൾ മഹാനവറുകൾ പറയുമായിരുന്നത്രേ, ലാ കല്ല ഇല്ലല്ലാഹ്, ലാ മൂക്ക ഇല്ലല്ലാഹ്, ലാ കയ്യ ഇല്ലല്ലാഹ്, അതുപോലെ ലാ ഐന ഇല്ലല്ലാഹ്, ലാ ഫമ ഇല്ലല്ലാഹ്. ഇതൊക്കെ അവരുടെ ദിക്റുകളായിരുന്നത്രേ. അവരെ കണ്ടവരും അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരും പലരും പറയുന്നത് കേൾക്കാം. കോഴിയും മക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൂച്ചയും മക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആടും പശുവും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ഓരോരോ ഭാഷകൾ. അത് അല്ലാഹുവിനും അവർക്കും മാത്രമേ അതിൻ്റെ യഥാർത്ഥ പൊരുൾ അറിയുകയുള്ളൂ. പിന്നെ അത് അറിയാൻ ശ്രമിച്ച ആളുകൾക്കും അറിയാം. അതൊരു മറ്റൊരു വിഷയമാണ്. അവരോടൊപ്പം കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതേക്കുറിച്ച് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
അവരെ സംബന്ധിച്ചിടത്തോളം സുമ്മസ്തഖാമു, പിന്നെ അവർ ചൊവ്വായി നിനക്കത് ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കും. അല്ലാഹു 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 ഇങ്ങനെ ലയിച്ച് ജീവിക്കുന്നവരാണവർ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ എന്താ? തതനസ്സലു അലൈഹിമുൽ മലായിക, അക്കൂട്ടക്കാരുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അങ്ങനെ ചൊവ്വായി ജീവിച്ചാൽ കിട്ടുന്ന ഗുണം, അവരുടെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ടോ, മലക്കുകൾ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, മുൻകർ, നക്കീർ, പിന്നെ റഖീബ്, അതീബ്, അങ്ങനെ മുഹാഫിളീങ്ങളായ മലക്കുകളൊക്കെ പലതരത്തിലുള്ള മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ അവരുടെ കൂടെയുള്ള മലക്കുകൾ അങ്ങനെയല്ല. എന്താണ് ആ മലക്കുകളുടെ പ്രത്യേകത? അവരെന്തിനിറങ്ങി വരുന്നതാണെന്നറിയോ? അവര് വന്നിട്ട് ഈ മഹാന്മാരോട് പറയുമത്രേ, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഒരു വിഷയത്തിലും ഭയപ്പെടേണ്ട, ഒരു വിഷയത്തിലും നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ യാതൊരു നിരക്കും പേടിക്കേണ്ടവരല്ല, പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. മാത്രമല്ല അബ്ശിറൂ വഅബ്ശിറൂ ബിൽ ജന്ന, അവർക്ക് ആ മലക്കുകൾ മാത്രമല്ല അബ്ശിറൂ ബിൽ ജന്ന, അവർക്ക് ആ മലക്കുകൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും. അവർ സ്വർഗത്തിന്റെ ഉടമകളായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം, ഒരുപാട് സ്ഥലങ്ങളിൽ അവരെ കുറിച്ച് പറഞ്ഞതായി കാണാം. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ദുനിയാവിൽ ഒരു കാര്യം അവർ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹിച്ച സംഭവം അല്ലാഹു തആല അവർക്ക് നടത്തി കൊടുക്കും. ഹദീസുകളിൽ കാണാം, അല്ലാഹുവിന്റെ കയ്യാവും കാലാവും കണ്ണാവും മൂക്കാവും ഒക്കെ നീണ്ട ഹദീസുകളുണ്ട്. ഞാൻ അവിടേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനെ വന്ന അല്ലാഹു കണ്ണാവും കയ്യാവും കാലാവും എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ കയ്യും കാലും കണ്ണും മൂക്കും അല്ലാഹു ആകുമെന്നല്ലല്ലോ. ഒരു കണ്ണുകൊണ്ടൊരു വലിയ എന്തൊന്ന് കാണാൻ ആഗ്രഹിച്ചോ അത് കാണാനുള്ള കഴിവ് അല്ലാഹു, ഒരു വലിയ അവരുടെ കണ്ണുകൊണ്ട് എന്തൊന്ന് കാണാൻ ആഗ്രഹിച്ചോ ആ കാണാനുള്ള കഴിവ്, അത് കാണാനുള്ള കഴിവ് അല്ലാഹു നൽകും. അതാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാം ഞാൻ നിങ്ങളെ കൽബകമെന്നവർ. തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങൾ ഞാൻ പറയും, വിളിച്ചു പറയും, നിങ്ങളുടെ രഹസ്യങ്ങൾ ഞാൻ പറയും. മനസ്സിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ വരെ പറയാൻ അല്ലാഹു തആല അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. മഹാനായ നമ്മുടെ ശൈഖുനാ യൂസുഫുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പഴനാനയിൽ ഉണ്ടാകുന്ന കാലത്ത് ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാൻ അവരുടെ വലിയ ദർസാണ്. ആ ദർസിൽ തഫ്സീറും ജലാലൈനിയൊക്കെ തഫ്സീറുൽ ജലാലൈനി അതുപോലെ മിഷ്കാത്തും ഒക്കെ ഓതുന്ന പതിവ് ഓതി പഠിച്ചത് അവിടെ നിന്നാണ് മഹാനവറുകൾ. ധാരാളം കിതാബ് ഓതിയത് മഹാനായ നമ്മുടെ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ അടുത്തുനിന്നാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ദർസിലും മഹാനവറുകൾ ഉണ്ടാകും. അപ്പൊ ദർസിലുള്ള കുട്ടികൾ പലപ്പോഴും മഹാനവറുകളെ പരീക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മഹാനവറുകൾക്ക് ആവശ്യമുള്ള വല്ല വസ്തുക്കളും ഏതെങ്കിലും ഒരു കുട്ടിയുടെ ബാഗിനകത്ത് അല്ലെങ്കിൽ പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനവറുകൾ ചോദിക്കും. അത് ചോദിച്ചിട്ട് അങ്ങനെ ഇല്ല, എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞ് ആ മുത്തഅല്ലിം ഒഴിഞ്ഞു മാറിയാൽ അവരറിയാതെ തന്നെ ആ സാധനം അവരുടെ പെട്ടി തുറന്ന് മഹാനവറുകൾ എടുക്കാറുണ്ടായിരുന്നത്രേ. കാരണം ഇല്ല എന്ന് പറഞ്ഞ സാധനം അവരിതാ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ച സാധനം വളരെ ദൂരെ നിന്നുകൊണ്ട് ആ കുട്ടിയുടെ പെട്ടിക്കകത്ത് എന്തെന്നാണോ വെച്ചിട്ടുള്ളത് എങ്കിൽ അത് കാണാൻ മഹാനവറുകൾക്ക് കഴിയുമായിരുന്നു. അല്ലാഹു കഴിവ് കൊടുത്തിരുന്നു. ഇതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഉന്നതമായ പദവി ലഭിച്ച നമ്മുടെ മഹാനായ ശൈഖ് അവറുകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരും എന്തൊരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പിന്നെ പറയാറില്ല. കാരണം അത് അദ്ദേഹത്തിന് അവർക്കത് കാണാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. അത് അവരുടെ കറാമത്തിൽപ്പെട്ടതാണ്. എണ്ണിയാൽ ഒതുങ്ങൂല അവിടുത്തെ കറാമത്ത്, എത്ര പറഞ്ഞാലും തീരൂല. സാധുവായ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ചികിത്സാ രംഗങ്ങളിൽ പലരും കൈയൊഴിഞ്ഞ് പലരും ഡോക്ടർമാർ വരെ കൈയൊഴിഞ്ഞിട്ട് വളരെ പ്രയാസകരമായി വിഷമത്തോടുകൂടി സങ്കടപ്പെട്ടുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന പലരും
പടച്ചവരെ എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? ഈ അടുത്ത ദിവസം എന്നെടുക്കൽ ഒരു സഹോദരൻ ഒരു കുഞ്ഞുമായി വന്നു. ഏകദേശം ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. എന്താണ് ആ കുഞ്ഞിൻ്റെ അസുഖം എന്നറിയോ? ആ കുഞ്ഞിന് ഇങ്ങനെ മലം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡോക്ടറെ കണ്ടില്ലേ? ഡോക്ടറെ കണ്ടു ഉസ്താദെ, ഡോക്ടറെ കണ്ട് 7 മാസത്തോളമായി ചികിത്സയിലാണ്, ഒരു കുറവും കാണുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആവശ്യമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ വിഷയത്തിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. എന്നോട് ആവശ്യപ്പെട്ടാൽ മതി, നിങ്ങൾക്ക് ചോദിക്കാം. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഫദ്ല് കൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫുൽ ഖാദിരിയുടെ പൊന്നുമോൻ, എൻ്റെ പ്രിയപ്പെട്ട ശൈഖ്, ഞാൻ അവിടുത്തെ ബഹുമാനപ്പെട്ട യൂസുഫുൽ ഖാദിരിയുടെ മകൻ മഹാനായ അബ്ദുള്ള ദാരിമി എന്ന് പറയുന്ന പാണാവള്ളി ഉസ്താദിൻ്റെ ഒരു എളിയ ശിഷ്യനാണ്. ആയിരക്കണക്കായ ശിഷ്യന്മാർ. അതെ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം വന്യരായ ഷെയ്ഖ് അൽ വലിയുൽ ആരിഫ് ബില്ലാഹ് അബ്ദുർ റസാഖ് മുസ്ലിയാർ, അബ്ദുർ റസാഖ് മസ്താൻ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ അപ്രതീക്ഷിതമായ ഒരു ദിവസം തൻ്റെ കടയിൽ വരികയും, അല്ലെങ്കിൽ മുമ്പ് വരാറുള്ളത് പോലെ വരികയും, പെട്ടെന്ന് യാ മുസ്ലിയാർ എന്നൊരു വിളി വിളിക്കുകയും ചെയ്തു. അതിൻ്റെ മുൻപത്തെ വിഷയത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ചായക്കച്ചവടക്കാരനായ ഒരു വ്യക്തിയോട് മുസ്ലിയാർ എന്ന ഒരു ഉന്നത സ്ഥാനം നൽകി വിളിച്ചപ്പോൾ മഹാനവറുകൾക്ക് ഒരു ഉൾവിളി ഉണ്ടായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ അങ്ങോട്ട് ചിന്തയായി യാ മുസ്ലിയാർ, യാ മുസ്ലിയാർ. അങ്ങനെയാണല്ലോ ഇത്തഖി ഫിറാശത്തുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ നോട്ടം, മുഅ്മിനിൻ്റെ വാക്ക് ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതും വളരെയേറെ പ്രാധാന്യമുള്ളതുമാണല്ലോ. ഒറ്റ നോട്ടം കൊണ്ട് ഏറ്റവും വലിയ തമ്മാടിയെ ആ ഒരൊറ്റ നിമിഷത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഖുതുബായി വായിക്കാൻ കഴിവുള്ളവരാണല്ലോ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. വിഷയത്തിലേക്ക് കടക്കുകയല്ല. ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് മസ്താൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ യാ മുസ്ലിയാർ എന്നൊരൊറ്റ വിളി, ഫതഅജ്ജബ മിൻ നിദാഇഹി എന്ന അവിടുത്തെ മൗലിദിൻ്റെ ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത്ഭുതപ്പെട്ടു പോയി ആ വിളിയിൽ നിന്ന്. പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് മുസ്ലിയാറാവണം, എനിക്ക് വലിയാവണം എന്നല്ല, എനിക്ക് മുസ്ലിയാറാവണം. മുസ്ലിയാർ തന്നെ വലിയാവുക, അല്ലാത്തവർക്കും ആവാം, പക്ഷേ ആവുന്നതോടു കൂടി ഒരു മുസ്ലിയാറാവും. ഇരിക്കട്ടെ, അതൊക്കെ വിഷയങ്ങൾ വേറെ. ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് മസ്താൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ആ ഒരൊറ്റ വിളി അങ്ങ് കേട്ടതോടുകൂടി പിന്നെ മനസ്സിൻ്റെ ഉള്ളറയിലേക്ക് ആഴ്ന്നിറങ്ങിയ ചിന്ത, എനിക്ക് മുസ്ലിയാറാവണം. പിന്നെ അതിനുള്ള പരിശ്രമമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറയട്ടെ. മഹാനവറുകൾ അതോടുകൂടി മാറ്റം സംഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മാറിപ്പോയി. പിന്നീട് മുസ്ലിയാരാകാനുള്ള ശ്രമത്തിലായി. ആദ്യം പൊന്നാനി പോയി, പിന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന മഹാന്മാരായ പല മഹത്തുക്കളുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറയണം, നമ്മുടെ സമയം പരിമിതമാണ്. എന്തിനേറെ കേരളം കണ്ട ഏറ്റവും വലിയ മഹാരഥന്മാരിൽ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട ഇ.കെ. ഉമർ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ അവർ കുന്നംകുളത്ത് പഴന്നാന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പെടുകയും ഒറ്റനോട്ടത്തിൽ അകം അറിയാൻ കഴിവുള്ള മഹാനവറുകൾ, ഉള്ളറിയാൻ കഴിവുള്ള മഹാനവറുകൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് തൻ്റെ കൂടെ കൂട്ടുകയും ചെയ്തു. അവിടുന്ന് തുടങ്ങി
മഹാനായ യൂസുഫ് എന്ന ആ മനുഷ്യൻ, ആ സാധാരണക്കാരനായ ചായക്കച്ചവടക്കാരൻ യൂസുഫുൽ ഖാദിരി അൽ ജലാലി എന്ന മഹത്തായ പദവിയിലേക്ക് ഉയരാൻ തുടങ്ങുകയാണ്. പിന്നീട് അവിടെ നിന്നങ്ങോട്ട് നടന്ന പല പല സംഭവങ്ങൾ. അല്ലാഹു തആല അവന്റെ പ്രകാശം അവരിലേക്ക് അങ്ങ് ചൊരിഞ്ഞപ്പോ ഉന്നതമായ പദവികൾ അള്ളാഹു നൽകാൻ തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിത്തിരിച്ച മഹാനവറുകൾക്ക് അല്ലാഹു തആല അതിനുള്ള വഴികൾ ഓരോന്നോരോന്ന് വെട്ടിത്തുറന്ന് കൊടുക്കാൻ തുടങ്ങി. കുറച്ചുകാലം മഹാനായ ശൈഖുന കമാലുദ്ദീൻ ഉമർ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിന്റെ കൂടെ കൂടുകയും അവിടുത്തെ സമ്മതപ്രകാരം, അവിടുത്തെ നിർദ്ദേശപ്രകാരം മഹാനവറുകൾ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് സഈദ് സിറാജുദ്ദീൻ മുഹമ്മദ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളിലേക്ക് എത്തിപ്പെടുകയും വളരെ കാലം അവിടെ നിന്ന് അവിടുത്തെ ശിഷ്യഗണത്തിൽപ്പെട്ട് അവിടുത്തെ മുരീദന്മാരിൽപ്പെട്ട് ഒരുപാട് ജ്ഞാനങ്ങൾ കരസ്ഥമാക്കുകയും അതുപോലെ തന്നെ തരീഖത്തിന്റെ ഇജാസത്തുകളും തുടങ്ങി നിരവധി ഉന്നതമായ പദവികളിലേക്ക് എത്താനുള്ള മാർഗങ്ങളും അവിടുന്ന് കരഗതമാക്കി. ബഹുമാനപ്പെട്ടവർ ഒരുപാട് ഗ്രന്ഥങ്ങൾ, കിതാബുകൾ ഓതി. മഹാനായ സിറാജുദ്ദീൻ ഔലിയയുടെ കൂടെ കുറെ കാലം കഴിഞ്ഞു. വീണ്ടും പല മഹാന്മാരിലൂടെ, എണ്ണപ്പെട്ട മഹാന്മാർ, നിങ്ങളതൊക്കെ വിശദമായി അവിടുത്തെ മൗലിദ് മനാഖിബ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനവറുകളുടെ ഒരു മൗലിദ് തന്നെയുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അത് ലഭ്യമാണ്, യൂട്യൂബിലും കിട്ടും. അവിടുന്ന് ബന്ധപ്പെട്ട മഹാന്മാരെ കുറിച്ചൊക്കെ അതിൽ വിശദമായി പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമർ ഖാദിരി റളിയല്ലാഹു തആല അൻഹു തങ്ങളിലേക്ക് എത്തുകയും മഹാനവറുകൾ പിന്നീടുള്ള കാലമത്രയും അവിടുത്തെ നിർദ്ദേശത്തിലും ഉപദേശത്തിലും തിരുനോട്ടത്തിലുമായി ജീവിച്ചു പോന്നു. അപ്പോഴേക്കും ധാരാളം തരീഖത്തിന്റെ മഹാന്മാരുമായി, ആലിമീങ്ങളുമായി, സാദാത്തുക്കളുമായി, ഔലിയാക്കളുമായി ബന്ധപ്പെടുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പവിത്രമായ കലിമത്തു തൗഹീദിന്റെ മഹത്വം മനസ്സിലാക്കുകയും അതിൽ കുറേശ്ശെ ലയിക്കുകയും ചെയ്തു. അതിൽ ലയിക്കാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ ലയിക്കണം മനുഷ്യൻ. ബഹുമാനപ്പെട്ട ഇച്ഛമസ്താൻ പറഞ്ഞില്ലേ, ഈ ദുനിയാവ് കണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിടണ്ടാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണീനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ താമരത്തോട്ടത്തിന് തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടി നീ. കാണേണ്ടവരെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. മുല്ലമലർമാനം വീശുന്ന ശീത്തിൽ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മാണിക്യത്താലിയും മാലയും കണ്ടിട്ട് മാറാനി മങ്കയെ കൊന്നിടല്ല. പുന്നാരക്കുട്ടിന്റെ പുതുമത്താരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുറപ്പെട്ട് പോകുമ്പം നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. മണികെട്ടിച്ചാടുന്ന മധുര കണ്ണാടിക്ക് മതം പൊട്ടിക്കാട്ടുന്ന മഹിമക്കാരാ. മണിമുത്ത് കോക്കുന്ന കുതിര പൊണ്ടാട്ടിക്ക്
കുറവേറ്റല്ല ഗുരു മുഹിയദ്ദീനേ. അതെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് കൂടി അങ്ങനെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതിപ്പോ ഇങ്ങനെ താലോലം പാടുന്ന തങ്കച്ചിപ്പണൊക്കെ അവരുടെ ഭാഷകളാണ് അതൊക്കെ. ദുനിയാവിനെ സംബന്ധിച്ചാണ് പറയണം. അവരുടെ ഭാഷകൾ നമുക്ക് തിരിയില്ല. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു കറാമത്ത് ഒരിക്കൽ കേൾക്കാനിടയായി. അവരങ്ങനെയാണ് അവരുടെ പ്രവൃത്തി, അവരുടെ ഭാഷ, അവരുടെ ഒരു ചിന്ത നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരിക്കും. മഹാനവറുകൾ ആയിരക്കണക്കായ ശിഷ്യഗണങ്ങൾ, മഹാൻ പണ്ഡിതന്മാരായ ആലിമീങ്ങളായ സാദാത്തുക്കളായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവര്യരാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് അൽ ഖാദിരി ഹഫിളഹുല്ലാഹ്. അള്ളാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അത് നിങ്ങൾ നമ്മുടെ ഈ മജ്ലിസുൽ ഫത്തഹി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ നടത്തിപ്പുകാരനായ നമ്മുടെ ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ സഖാഫി ഉസ്താദ് അവറുകളുടെ ഗുരുവാണ്, ഷെയ്ഖാണ്, അവിടുത്തെ ശിഷ്യനാണ് സഅദുദ്ദീൻ സഖാഫി. മഹാനായ പാണാവള്ളി ഉസ്താദിൻ്റെ ശിഷ്യനാണ്. അൽഹംദുലില്ലാഹ്, ഇത് ഒരു വലിയ മഹത്വമായി, ഒരു വലിയ സ്ഥാനമായി കാണുന്നവരാണ് ഞങ്ങൾ. കാരണം ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന അസ്മാഇൻ്റെ ചികിത്സകരിൽ തുല്യതയില്ലാത്ത മുജദ്ദിദുൽ അസ്മാ എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു മഹാനാണ്. പരിശുദ്ധമായ ശരീഅത്തിൻ്റെ നിയമസംഹിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ നിയമത്തിന് പോലും എതിരല്ലാത്ത വിധത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ശരീഅത്തിൻ്റെ നിയമത്തിന് അധിഷ്ഠിതമായി എങ്ങനെയാണ് അസ്മാ ചികിത്സ നടത്തേണ്ടത് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത ഒരേ ഒരു മഹാൻ എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയും. അള്ളാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മഹാനായ സഅദുദ്ദീൻ സഖാഫി ഭാഗ്യവാനാണ് ഉസ്താദിൻ്റെ ശിഷ്യനാവാൻ സാധിച്ചതിൽ. അള്ളാഹു തആല മരിക്കുന്നതുവരെ അവിടുത്തെ ശിഷ്യനായി ജീവിക്കുകയും അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ട ദാറുൽ ഹിക്കമിൻ്റെ ഖാദിമാവാനും നമുക്കൊക്കെ ഭാഗ്യം ചെയ്യുമാറാവട്ടെ, തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു പോയതാണ്. പറഞ്ഞു വന്നത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ വലിയ ഉന്നതമായ പദവി ലഭിച്ച മഹാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അശ്ശൈഖ് യൂസുഫുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നിങ്ങൾ നോക്കണം, ഞാനാ പറഞ്ഞ 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി, സുബ്ഹാനല്ലാഹ്, ഒരു കീശ്വാസം പോയാൽ പരിസരത്തെ ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല, അത്രമാത്രം ദയനീയമായ അവസ്ഥ. ആ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഈ കുട്ടിക്ക് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? ഉടനെ ഞാൻ ഷെയ്ഖുനായുമായി ബന്ധപ്പെട്ടു. ഷെയ്ഖുന എനിക്കൊരു മരുന്ന് പറഞ്ഞു തന്നു. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട യൂസുഫുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ തിരുസന്നിധിയിലേക്ക്, പഴനാനയിലേക്ക് അത് കേട്ട് നേരെ ചെന്നു. വിഷയങ്ങൾ അവിടെ അവതരിപ്പിച്ചു. ഷെയ്ഖുന പറഞ്ഞു തന്ന മരുന്ന് ആ കുഞ്ഞിന് കൊടുക്കാൻ സാധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഫദ്ല് കൊണ്ട് ആ രോഗം മാറിപ്പോയി. ഈ അടുത്ത് നടന്നൊരു സംഭവം. 3 മാസത്തോളം എൻ്റെ വീടിൻ്റെ അകത്ത്, എൻ്റെ വീടിൻ്റെ അയൽവാസിയായ ഒരു പെൺകുട്ടി, ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം, അഡ്രസ്സ് തരാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്, ഫോൺ നമ്പർ തരാം. എൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി എൻ്റെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ഞാനുമായി വളരെ അടുപ്പമുള്ള ഒരു വീട്ടിൽ മാസങ്ങളോളം, ഏകദേശം 3 മാസത്തോളം ഒരു റൂമിൻ്റെ അകത്ത് ബന്ധസ്ഥയാക്കപ്പെട്ട ഒരു മോള്, 2 കുഞ്ഞുങ്ങളുണ്ട്. ആർക്കും ആ മോളുടെ അടുത്തേക്ക് പോലും ഒന്ന് ചെല്ലാൻ പറ്റാത്ത വിധം വളരെയേറെ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിൽ നിന്ന് ചിലതാണ്. വളരെയേറെ പ്രയാസകരമായി അടുത്തേക്ക് പോലും ചെല്ലാൻ പറ്റാതെ, ഈ സ്ത്രീക്ക്, ഈ പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും അകത്തേക്ക് ചെല്ലാൻ പറ്റാതെ ജനലിൽ കട്ട് ചെയ്തിട്ട് ജനലിൻ്റെ ഉള്ളിലൂടെ വളരെ പ്രയാസപ്പെട്ടാണ് ഭക്ഷണപാത്രം തന്നെ വെച്ചു കൊടുക്കുന്നത്. ശക്തമായ ശൈത്താനിയത്ത്,
അതിശക്തമായ നിരക്ക് പലരും വന്നു, ഒരു രക്ഷയില്ല, പലരും വന്ന് നോക്കി ചികിത്സിക്കാൻ പറ്റാതെ അവരൊക്കെ ഇറങ്ങി ഓടിയ സംഭവങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ പാണാവള്ളി ഉസ്താദിനെ വിളിച്ചു. എൻ്റെ അടുക്കൽ ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അവിടെ നിന്നോട് പറഞ്ഞത്, നീ അബ്ദുള്ളാന്റെ ശിഷ്യനാടാ, അബ്ദുള്ളാന്റെ ശിഷ്യനാടാ, നിന്റെ കൂടെ യൂസുഫുൽ ഖാദിരിൻ്റെ ആളാ, നീ ആരനെ പേടിക്കണത്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരാളെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒരു കാര്യത്താലും മുഷിപ്പാവുകയില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ കൂടെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? കൂനു മഅസ് സ്വാദിഖീൻ, അവരോട് കൂടെ കൂടാനാ, സച്ചരിതരോട് കൂടെ കൂടാനല്ലേ, അവരുടെ കൂടെയല്ലേ ബഹുമാനപ്പെട്ട പാണാവള്ളി ഉസ്താദ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതാണ് ആ പറഞ്ഞതിന്റെ വാക്കിന്റെ അർത്ഥം. നിന്റെ കൂടെ യൂസുഫുൽ ഖാദിരി ഉണ്ട്, നീ ഭയപ്പെടണ്ട. അൽഹംദുലില്ലാഹ്, ഞാൻ അവിടേക്ക് കടന്നു ചെന്നു. അടച്ചിട്ട വാതിൽ, 3 മാസമായി അടച്ചിട്ട വാതിലിന്റെ അകത്ത് കിടക്കുന്ന ആ കുട്ടിയുടെ അടുക്കിലേക്ക് കയറിച്ചെല്ലാം ഞാൻ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ലാണ് പറയുന്നത്, എൻ്റെ കറാമത്തല്ല, നമ്മുടെ ശൈഖിന്റെ കറാമത്താണ് പറയുന്നത്. അങ്ങനെ അകത്തേക്ക് കടക്കാൻ വേണ്ടി വാതിൽ തുറക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ വാതിൽ തുറക്കുന്നില്ല. ഉസ്താദേ, വലിയ പ്രശ്നമാണ്, തുറക്കാൻ പറ്റൂല, ബുദ്ധിമുട്ടാണ്, ഉപദ്രവം ഉണ്ടാവും, അക്രമമുണ്ടാവും. പലതും ചെയ്തിട്ടുണ്ട്. വലിയൊരു കട്ടിൽ പിടിച്ച് ഒടിച്ചിട്ടത് കാണിച്ചു തന്നു, കസാരകളൊക്കെ അടിച്ച് പൊളിച്ചത് കാണിച്ചു, ഒരുപാട് സംഭവങ്ങൾ എനിക്ക് അവർ കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അകത്തേക്ക് കയറാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ കയറും, ഞാൻ അകത്തേക്ക് പോകും, നിങ്ങൾ എന്നെ തടയരുത്, തുറക്കണം, നിർബന്ധിച്ച് ഞാൻ തുറന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ അകത്തേക്ക് കയറി ചെന്ന സമയത്ത് ഒരു ചീറ്റപ്പുലി എൻ്റെ അടുക്കലേക്ക് വരുന്നത് പോലെ 2 കണ്ണുകൾ തുറിപ്പിച്ചൊരു പ്രത്യേകമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് 2 കൈകളും എൻ്റെ ഹൽക്കിലേക്ക് വരുന്ന വിധത്തിൽ എൻ്റെ അടുക്കലേക്ക് ചീറിപ്പാഞ്ഞു വന്ന ആ സമയത്ത് അക്ഷരാർത്ഥത്തിൽ സഹോദരന്മാരെ ഞാനും ഒന്ന് ഭയപ്പെട്ടു. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, നിന്റെ കൂടെ യൂസുഫുൽ ഖാദിരി ഉണ്ടടാ എന്നെൻ്റെ പ്രിയപ്പെട്ട വന്യ ഗുരു എന്നോട് പറഞ്ഞത്. ഉടനെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, 2ഉം കൽപ്പിച്ചു. നിന്ന നിൽപ്പിൽ നിന്നോട് കണ്ണടച്ചു പിടിച്ചിട്ട് സയ്യിദി യാ യൂസുഫ്, ഒറ്റ വിളി അങ്ങ് വിളിച്ചു. വല്ലാഹി തമ്പുരാൻ, ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ വരെ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ഹൽക്കിലേക്ക് നീണ്ട 2 കൈകളും കൂപ്പി അത് പിന്നീട് തൊഴി കൈകളായി മാറി. ആ പാവപ്പെട്ട പെൺകുട്ടി എൻ്റെ കാൽ കീഴിലിരുന്നു. എന്നിട്ട് ഞാൻ അവളോട് എഴുന്നേക്കാൻ പറഞ്ഞു. വീണ്ടും അവൾ രൂദ്രമായി കണ്ണുകൾ തുറിപ്പിച്ച് എൻ്റെ നേരെ ക്രോശിക്കാൻ തുടങ്ങി, ആക്രോശിക്കാൻ തുടങ്ങി. ഞാൻ ഒരു ഭയവും കൂടാതെ അവളോട് പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ സ്പർശിക്കുക, എന്നെ തൊട്, അപ്പൊ ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണ്. മര്യാദക്ക് ഒതുങ്ങണം, അടങ്ങണം. ഉസ്കുൻ അയ്യുഹ ശൈത്താനുൽ മാരിദ്, ഉസ്കുൻ അയ്യുഹ ശൈത്താനുൽ മാരിദ് ബിഹഖ് സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസയ്യിദി വറബ്ബി വഖുദ്വതി ശൈഖ് യൂസുഫുൽ ഖാദിരി, ഉസ്കുൻ അയ്യുഹ ശൈത്താനുൽ മാരിദ് എന്ന് ഞാൻ ശബ്ദത്തോടുകൂടി അവളെ പറഞ്ഞപ്പോ ആ സ്ത്രീ പുറകോട്ട് പോയി. ഞാൻ അവരോട് ചോദിച്ചു, നീ എന്താ എന്നെ ഒന്നും ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പ്രത്യേകമായൊരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട് പറഞ്ഞു, എടാ, നിന്നെ ഞാൻ എന്താ ചെയ്യാത്തതെന്നല്ലേ നീ എന്നോട് ചോദിച്ചത്? നിന്റെ പിറകിൽ ഒരാളുണ്ട്, അയാളോട് മാറാൻ പറ, ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയാം, എൻ്റെ പിറകിൽ ആരുമില്ല, ഞാൻ ഒറ്റക്കുള്ളൂ. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, ഇന്നും അത് ആലോചിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു, ഞാൻ കോരിത്തിരിച്ചു പോകുന്നു. സുബ്ഹാനല്ലാഹ്, കേട്ടു നിൽക്കുന്നവരുണ്ട്. ഈ പറഞ്ഞ ഈ സ്ത്രീയുടെ ഭർത്താവ്, മക്കള്, അമ്മായിമ്മ, അമ്മോശൻ, അതുപോലെ അയൽവാസിയായ ഒരു മുസ്ലിയാർ, ഒരു സഖാഫി ഉസ്താദ്, അവരെല്ലാം ഇത് കേട്ടുകൊണ്ട് നിൽക്കാൻ, ഒരു തങ്ങള്, അവരെല്ലാം കേട്ടുകൊണ്ട് നിൽക്കെ ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, ആ രോഗിയായ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, നിന്റെ പിറകിൽ ഒരു ഊരിപ്പിടിച്ച വാളും പിടിച്ച് യൂസുഫ് ഉണ്ടടാ, യൂസുഫ്. സുബ്ഹാനല്ലാഹ്, യൂസുഫ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശൈഖിനെ സംബന്ധിച്ച് അവിടുത്തെ കറാമത്താണ് മക്കളെ ഈ കാണുന്നത്. നിന്റെ പിറകിൽ യൂസുഫുണ്ട്, ആ യൂസുഫിനോട് മാണം. എന്നോട് അദ്ദേഹം പറയുന്നത്, എന്റെ മോന്റെ ശരീരത്തിൽ തൊട്ടാൽ ഈ വാടുകൊണ്ട് നിന്ന് ഞാൻ കഷ്ണമായി മുറിച്ചിവിടെ എറിയും എന്നാണ് എന്നോട് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് മാറാൻ പറയാൻ, ഞാൻ ആരാന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നോട് പറഞ്ഞു. ഞാൻ വളരെയേറെ സന്തോഷിക്കുകയും എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്തു. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി, വിളിച്ചു, യാ മുറാദി യാ മഹറാമി യാ ഗിയാസി യാ വലി ഫഹ്ഫളൻ ഔലാദകും യാ ശൈഖ് യൂസുഫൽ വലി. ഞാൻ വിളിച്ചു എൻ്റെ ശൈഖിനെ. അൽഹംദുലില്ലാഹ്, ആർക്കും തൊടാൻ പറ്റാത്ത ആ രോഗിയെ
വെറും 21 ദിവസം കൊണ്ട് ചികിത്സിച്ച് അവരെ പരിപൂർണമായി സുഖപ്പെടുത്തുകയും അവരുടെ വീട്ടിൽ ഖുതുബിയത്ത് നടത്തുകയും ചെയ്തു. സന്തോഷമാണ്. ഇന്നും അവർക്ക് അല്ലാഹുവിൻ്റെ തൗഫീഖോടെ യാതൊരു പ്രയാസവുമില്ല. ഇതാണ് യൂസുഫുൽ ഖാദിരി. അതാണ് നമ്മൾ അവരോട് കൂടെ കൂടിയപ്പോൾ നമുക്ക് കിട്ടിയത്. അല്ലാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിരവധി കേസുകളിൽ ചെന്നകപ്പെടുമ്പോ ദണ്ഡം കൽപ്പിച്ച് സയ്യിദിയ യൂസുഫ് എന്ന വിളിയുമായി യൂസുഫുൽ ഖാദിരിയെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുനെ പഠിപ്പിച്ചു തന്ന തവസ്സുൽ ഓരോന്നോരോന്നായി ചൊല്ലി മഹാനവറുകളെ നിലയിറക്കിയാൽ അവിടുത്തെ കറാമത്ത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടിട്ടുണ്ട്, എണ്ണിയാൽ വീങ്ങാത്ത കറാമത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഓരോന്നോരോന്ന് പറയുമ്പോൾ അത് ഞാൻ എൻ്റെ മഹത്വം വിളിച്ച് പറയുകയാണോ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് എനിക്ക് അപകടമായി തോന്നുമെന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് പുറകോട്ട് പോരുന്നു. നമ്മുടെ മഹാനായ ശൈഖിൻ്റെ കറാമത്തുകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ നാഥൻ മഹാനവറുകളുടെ കൂടെ കൂടാൻ നമുക്ക് സാധിച്ചത്, അത് നമ്മളെ അതിൽ ഉൾപ്പെടുത്തിയത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല ഈ നിഅമത്തും അനുഗ്രഹവും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിൽ ലയിച്ചവരാണ്, അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അവരോട് പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടുകയില്ല, നിങ്ങൾക്ക് വിഷമമില്ല, നിങ്ങൾക്ക് ദുഃഖമില്ല, നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരോട് കൂടെ കൂടിയാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യം എന്താണ്? നാളെ ആഖിറത്തിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇബാദത്തുകളില്ലാത്ത, നന്മകൾ കുറഞ്ഞുപോയ, ഈമാൻ കുറഞ്ഞുപോയ, വിവരദോഷികളും സാധുക്കളുമായ നമ്മൾ ചെയ്ത അമല് തന്നെ പരിപൂർണതയിലെത്താത്തതിന്റെ കാരണത്താൽ അതിൽ നിന്നെല്ലാം നമ്മളെ തള്ളിക്കളയുമ്പോൾ, നമുക്ക് പുറകോട്ട് പോകേണ്ടി വരുമ്പോൾ, ഒരുപക്ഷേ നരകത്തിലേക്ക് തന്നെ പോകേണ്ട ഒരു ഘട്ടം വരുമ്പോ നമ്മളെ സഹായിക്കാൻ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ വരുമെന്ന് അല്ലാഹുവിൻ്റെ റസൂലിന്റെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകളുണ്ടത്രേ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഒരു കൂട്ടം ആളുകളുണ്ടത്രേ, ഒരു വിഭാഗം മഹാന്മാരുണ്ടത്രേ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകും. നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയുമ്പോ അവർ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ വേണ്ടി ആദ്യം തുനിയുകയും പെട്ടെന്ന് അവർ നരകത്തിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ അവരതാ ചില കാഴ്ചകൾ കാണുന്നു. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പോകാതെ അവിടെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന സമയത്ത് മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് കടക്കാൻ പറഞ്ഞിട്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞിട്ടും നിങ്ങൾ സ്വർഗം കാണാത്തത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്തത് എന്ന് ചോദിക്കുമ്പോ, സ്വർഗം അല്ലാഹു തആല നൽകിയിട്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മടിച്ചു നിൽക്കുന്ന ആ സമൂഹത്തോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ആ നിൽക്കുന്നവർ പറയുമത്രേ, അല്ലാഹുവേ, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം തിരക്കുമ്പോൾ അല്ലാഹുവിനോട് അവർ പറയുന്നു, ദുനിയാവിൽ ഞങ്ങളെ പ്രിയം വെച്ച ഒരുപാട് ആളുകൾ അവരുടെ ഈമാനിന്റെ കുറവ് കൊണ്ട്, അമലില്ലായ്മ കൊണ്ട്, അവർ ചെയ്തു പോയ പാപങ്ങളെ കൊണ്ട് നീ അവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് റബ്ബേ. അവർ ഞങ്ങളെ ദുനിയാവിൽ പ്രിയം വെച്ചവരാണ് റഹ്മാനെ, ഞങ്ങളെ സ്നേഹിച്ചവരാണ് അല്ലാഹുവേ. അതുകൊണ്ട് അവർ സ്വർഗത്തിൽ കടക്കാതെ അവരെ നരകത്തിൽ അവർ കിടക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല റബ്ബേ. ഞങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആ നരകത്തിലേക്ക് നീ വലിച്ചെറിഞ്ഞ ആളുകളെ നീ ഞങ്ങളോടൊപ്പം സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കണം റബ്ബേ എന്ന് ഈ നിൽക്കുന്ന അല്ലാഹുവിന്റെ സച്ചരിതരായ ഔലിയാക്കന്മാർ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ അല്ലാഹുവിനോടടുത്ത ഈ മഹത്തുക്കൾ അല്ലാഹുവിനോട് പറയുമത്രേ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവാദം കൊടുക്കുകയാണ്, അവരെ പ്രിയം വെച്ച ആളുകൾ നരകത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് അവരെ കയറ്റിക്കൊണ്ടുവരാൻ, അവരെ സ്വർഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അവർക്ക് അനുവാദം കൊടുക്കുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അല്ലാഹുവിനോട് അവർ ശാഠ്യം പിടിക്കുന്നു, അല്ലാഹുവിനോട് അവർ വാശി പിടിക്കുന്നത് അല്ലാഹുവിന് അവരെ ഭയമുള്ളത് കൊണ്ട് അവർ അംഗീകരിക്കും, അല്ലാഹു തആല അത് അംഗീകരിച്ചു കൊടുക്കും. പടച്ചോനെ ഔലിയാക്കളെ പേടിയാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അല്ലാഹു അങ്ങേയറ്റം പ്രിയം വെച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അല്ലാഹു അവരെ തൊട്ടും അവർ അല്ലാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടവരാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത് വലാഹും യഹ്സനൂൻ, അവർ മുഷിപ്പാകുന്നവരല്ല. നിങ്ങൾ വിഷമിക്കണ്ട,
ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. നിങ്ങൾക്ക് സന്തോഷമുണ്ട് ദുനിയാവിലും ആഖിറത്തിലും. നിങ്ങൾ സന്തോഷിക്കേണ്ടവരാണ്. നിങ്ങൾ സന്തോഷിക്കേണ്ടവരാണ്, വിഷമിക്കേണ്ടവരല്ല. അതേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നെ പ്രിയം വെക്കുന്ന ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കുമ്പോൾ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും? അതുകൊണ്ട് തന്നെ അവരെ പ്രിയം വെച്ച കാരണത്താൽ അള്ളാഹു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് അവർക്ക് ഉറപ്പുള്ളതിനാൽ, അള്ളാഹു തആല നീതിമാനെന്ന് അവർക്കറിയുന്നതിനാൽ, അള്ളാഹു അവരോട് പ്രിയം വെച്ചവനാണ്, അവർക്ക് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ പ്രിയമുണ്ട് എന്ന കാര്യം അവർക്ക് അറിയുന്നത് കൊണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയ ചെറിയ കുട്ടികൾ ചിലപ്പോൾ ഉമ്മമാരോട് വാശി പിടിക്കും. ഉമ്മമാരോട് അവർ പറയും, എനിക്കൊരു ഐസ് മുട്ടായി വേണം. എന്തിനാ ഐസ് മുട്ടായി? ഐസ് മുട്ടായി തിന്നാൻ പറ്റൂല, അത് വലിയ പ്രശ്നമാണ് മോനെ, രോഗം വരും, തൊണ്ടയ്ക്ക് രോഗം വരും, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ ഉമ്മ പറഞ്ഞ് ഐസ് മുട്ടായി കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാതിരുന്നാൽ ഭക്ഷണം കൊടുക്കുന്ന കുട്ടി ഒരുപക്ഷെ ആ ഭക്ഷണപാത്രം തട്ടിത്തെറിപ്പിച്ച് എനിക്ക് ചോറ് വേണ്ട, എനിക്ക് കഞ്ഞി വേണ്ട, ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ ചോറ് തിന്നൂല, ഞാൻ കഞ്ഞി കുടിക്കൂല, ഞാൻ ചായ കുടിക്കൂല എന്ന് വാശി പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ വാശി പിടിച്ചാൽ ഒരുപക്ഷെ ആ ഉമ്മയിൽ നിന്ന് ഈ കുട്ടി ആഗ്രഹിച്ചതുപോലെ ഐസ് മുട്ടായി വാങ്ങിച്ചു കൊടുക്കും. എന്തിനാണ്? ഉമ്മ കുട്ടിയെ ഭയപ്പെട്ടത് കൊണ്ടല്ല, കുട്ടി ഉമ്മനെ വല്ലതും ചെയ്യുമെന്ന് പേടിച്ചത് കൊണ്ടല്ല, മറിച്ച് ആ ഉമ്മ ആ കുട്ടിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി, ഈ കുട്ടി പട്ടിണിയായി കുട്ടിക്ക് ക്ഷീണം വരാതിരിക്കാൻ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ആ ഐസ് മുട്ടായി കുട്ടി ആഗ്രഹിച്ചതുപോലെ ഉമ്മ വാങ്ങിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് കുട്ടിക്കറിയാം, ഞാൻ വാശി പിടിച്ചാൽ, ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്റെ ഉമ്മക്കത് വലിയ സങ്കടമുണ്ടാകും, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്റെ ഉമ്മക്കത് വലിയ വിഷമമുണ്ടാക്കും, ഞാൻ വാശി പിടിച്ചാൽ എന്റെ വാശി നടപ്പാക്കി തരുമെന്ന് കുട്ടിക്കറിയുന്നത് പോലെ അള്ളാഹുവിനെ പ്രിയം വെച്ച മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അവരോട് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കേണ്ടവരാണ്, നിങ്ങൾ സന്തോഷിക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് ദുനിയാവിൽ ഞാൻ സന്തോഷം നൽകും, ആഖിറത്തിലും നിങ്ങളെ ഞാൻ സന്തോഷിപ്പിക്കും. അതേ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രിയം വെച്ച മനുഷ്യൻ അവൻ നരകത്തിൽ കടക്കുമ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടുത്തെ പ്രിയം വെച്ച ഒരാൾ നരകത്തിൽ പോയി കിടക്കുമ്പോ അതേ അവൻ നരകത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന സ്വഭാവക്കാരല്ലല്ലോ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അതുകൊണ്ട് തന്നെ നാം അവരെ പ്രിയം വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത്, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നാളെ ആഖിറത്തിൽ ഇൽമു കുറഞ്ഞതുകൊണ്ട്, ഈമാൻ കുറഞ്ഞു പോയതുകൊണ്ട്, അമല് പറ്റ ചുക്കിച്ചുളിഞ്ഞതുകൊണ്ട്, കുറഞ്ഞ അമലുള്ള ആളുകളായതുകൊണ്ട്, അള്ളാഹുവിനെ അനുസരിക്കാത്തതിന്റെ പേരിൽ ഒരു പക്ഷേ അള്ളാഹു തആല നമ്മെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ നമ്മെ കൈപിടിക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ പറഞ്ഞ് അവർ ചെയ്തു പോയ അമൽ വന്ന പാകപ്പിഴവുകളൊക്കെ നീ പുറത്തു കൊടുത്ത്, സാധുക്കളായ നിന്റെ അടിമകളെ അവർ ഞങ്ങളെ പ്രിയം വെച്ചു എന്ന കാരണത്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അവർ ചൊല്ലിയവരാണല്ലോ, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് അവർ ചൊല്ലി മുസ്ലിമായവരാണ്, നിന്നെ അവർ അംഗീകരിച്ചവരാണ്. റബ്ബേ, നിന്നെ പ്രിയം, നിന്നെ അവർ അംഗീകരിക്കുകയും നിന്നെ കൊള്ള വിശ്വസിക്കുകയും ചെയ്തവരാണ്. പക്ഷേ അവർക്ക് ഈമാൻ കുറഞ്ഞു പോയതിനാൽ, ഇൽമില്ലാത്തതിനാൽ, ദുനിയാവിൽ അവർ ലയിച്ചു പോയ കാരണത്താൽ അവർ ചെയ്തു പോയ അമലുകളിൽ ഫാൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മിക്ക സമയങ്ങളിൽ നിന്ന് ആരാധിക്കുന്നതിന് പകരം ആരാധനയിൽ നിന്നവർക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. റബ്ബേ, അതുകൊണ്ട് അല്ലാഹുവേ, നീ ഒരു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവർ അങ്ങനെയൊക്കെയാണെങ്കിലും അവർ നിന്നെ സ്നേഹിച്ചിരുന്നു, നിന്നെ അവർ പ്രിയം വെച്ചിരുന്നു. അവർക്ക് ഇബ്ലീസ് ചതിക്കപ്പെട്ടതിനാൽ, അവർ ഇബ്ലീസിന്റെ ചതിയിൽ കുടുങ്ങിയതിനാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണല്ലോ. അവർ ഞങ്ങളെപ്പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹുവേ, ദുനിയാവിൽ അവർ ഞങ്ങളെ വല്ലാതെ പ്രിയം വെച്ചവരാണ്, ഞങ്ങളെ വല്ലാതെ സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് റബ്ബേ, അവർ നരകത്ത് കിടക്കുമ്പോ ഞങ്ങളെങ്ങനെ സ്വർഗത്തിലേക്ക് പോകും അല്ലാഹ്? അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെടുന്ന സാധുക്കളായ നിന്റെ അടിയാറുകളെ നരകത്തിലിട്ട് കരിച്ചത് കൊണ്ട് നിനക്കൊന്നും നേടാനില്ലല്ലോ റബ്ബേ.
അവർക്ക് മാപ്പ് ചെയ്തിട്ട് അവരോട് ക്ഷമിച്ചിട്ട് അവർ സ്വർഗത്തിലേക്ക് നീ പറഞ്ഞു വിട്ടാൽ, അവരെ സ്വർഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നിന്റെ പ്രതാപത്തിനൊരു കോട്ടവും വരൂലല്ലോ റഹ്മാനേ. അതുകൊണ്ട് തമ്പുരാനായ റബ്ബേ, ഇലാഹായ ഖാലിഖായ റഹ്മാനേ, ഞങ്ങൾ നിന്നെ പ്രിയം വെച്ചവരാണല്ലോ അല്ലാ, ഞങ്ങൾ നിന്നെ സ്നേഹിച്ചവരാണല്ലോ അല്ലാ. ഞങ്ങളെ പ്രിയം വെച്ച ആളുകളെ നരകത്തിനിടാണ് അവർക്ക് സ്വർഗം നൽകി റഹ്മാനേ എന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ശുപാർശ പറയുമ്പോൾ വഖാല സവാബാ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിയ ആളുകളെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. ഇത് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ പ്രിയം വെച്ച് പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് മുന്നിൽ ദുനിയാവ് ത്യജിച്ച് ജീവിച്ച മഹാരഥന്മാരായ മഹത്തുക്കളായ അല്ലാഹുവിന്റെ ഔലിയാക്കളില്ലേ, ആ ഔലിയാക്കൾ അവന്റെ സച്ചിതരല്ലേ, സച്ചരിതരായ മഹാരഥന്മാരല്ലേ. അവരെത്രമാത്രം ത്യാഗം ചെയ്തവരാണ്, അവരെന്തുമാത്രം അല്ലാഹുവിനെ പ്രിയം വെച്ചവരാണ്. ആ പ്രിയം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അവർക്ക് വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. ആ സ്ഥാനം നൽകിയ മഹാന്മാരെ കൂടെ കൂടാൻ അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കൂനൂ നിങ്ങൾക്ക് ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് സച്ചരിതരായ എന്റെ മഹാന്മാരായ ആളുകളോടൊപ്പം ചേരണേ. നിങ്ങൾ അവർക്ക് കൂടെ കൂടിയാൽ അവരെവിടെയാണോ അവിടെ നിങ്ങളെയും ഞാൻ പ്രവേശിപ്പിക്കുന്നതാണ്. നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ അവർ കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് കൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരായ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മഹാന്മാരോടൊപ്പം നിങ്ങൾ ചേരണേ എന്ന് അല്ലാഹു തന്നെ അവന്റെ ഖുർആനിൽ നമ്മളോട് ബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യൂസുഫുൽ ഖാദിരി മഹാൻ തന്നെ അവിടുന്ന് സച്ചരിതയിൽപ്പെട്ട വലിയ ഉന്നതനായ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനി തന്നെ. അവര് കൂടെ കൂടാ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, ഈ വൈകിയ വേളയിൽ നിങ്ങളോട് സൂചിപ്പിച്ച ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുകയാണ്. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ സയ്യിദുനാ യൂസുഫുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു ഭാഗ്യം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ സർവത്ര പാപങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി നാളെ ജന്നാത്തുൽ നഈമിൽ അവൻ പ്രിയം വെച്ച അവനെ സ്നേഹിച്ച മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് കൂടെ അതേ നമ്മുടെ പ്രിയപ്പെട്ട ശൈഖ് യൂസുഫുൽ ഖാദിരി തങ്ങളോട് കൂടെ നാളെ ജന്നാത്തുൽ നഈമിൽ അല്ലാഹു തആല സാധുക്കളായ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ ഗുരുവര്യന്മാർ, ഞങ്ങളെ മശായിഖന്മാർ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ റബ്ബേ, അതുപോലെ ഒരുപാട് സാധുക്കളായ നിന്റടിയാറുകളുണ്ട്. അവർക്ക് മുഴുവനും സ്വർഗാവകാശികളായി തീരാൻ ഭാഗ്യം നൽകണം റഹ്മാനേ. أجرنا من النيران يا خير راحمين وخلص من الفتان عند انتقال يا കാരുണ്യവാരിധിയേ നരകം നീ കാത്തിടണേ ചാഫല്യനീരസവും നിർമാർജനം തരണേ
وأدخل فراديس الجنان برحمتي مع الأهل والأولاد مولى المواليا സുഖം ലഭിക്കാൻ കേഴുന്നിതാ അടിയാർ നീയുൾപ്പെടുത്തണമേ സ്നേഹാലുക്കൾ ഉടയോർ വഹാന അബ്ദുല്ലാഹി ഖദ് ജിതു ആയിബാ ഇലൈക വലിയല്ലാഹി കുൻത മുറാദിയാ നിർദ്ദിഷ്ടദാസരിനായി നീ എണ്ണണമേ ഞാനോടി വന്നു തവാ മുന്നിൽ നീ കാണണമേ സ്വലാത്തും തസ്ലീമും അലാ ഖൈരി മുർസലീൻ വആലിൻ വഅസ്ഹാബിൻ നബി മുതവാലിയാ അല്ലാഹുവിന്റെ ഗുണം തിരുതാഹദൂതരിലും വർഷിക്കണേ കൃപയും നാദാ കുടുംബമിലും. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.